Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, ആലപ്പുഴ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് ക്യാമ്പസുകൾ, ഇന്ത്യയിലുള്ള 32 NITകൾ, ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IIITs ഇതുപോലുള്ള ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള JEE മെയിൻ എക്സാമിനേഷൻ. ഈ JEE മെയിൻ എക്സാമിനേഷൻ 2 ഫേസ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. അതിൽ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ ഓൾറെഡി കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ഫേസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. ഫെബ്രുവരി 2 മുതൽ മാർച്ച് 2 വരെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയമായി എൻട്രൻസ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ഈ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ ഏപ്രിൽ 4 മുതൽ 15 വരെ ഓൺലൈനായിട്ടുള്ള എക്സാമിനേഷനാണ് വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഈ JEE മെയിൻസ് എക്സാമിനേഷനിലൂടെ 4 ഡിഫറെൻറ്റ് കോഴ്സുകളിലേക്കാണ് എൻട്രി ലഭിക്കുക. ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, BTech കോഴ്സസ്, B പ്ലാനിംഗ് ആൻഡ് B ആർക്കിടെക്ചർ. ഈ കോഴ്സുകളിലേക്ക് നമ്മൾ ആദ്യം കണ്ടതുപോലെ ഇന്ത്യയിലുള്ള 32 NITകൾ, 38-ലധികം ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IIITs ഇതുപോലുള്ള ക്യാമ്പസുകളിലേക്കൊക്കെ ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ JEE എക്സാമിനേഷനിൽ വിൻ ചെയ്യണം. നമുക്കറിയാം, ഈ JEE മെയിൻ എക്സാമിനേഷൻ്റെ ഏറ്റവും നല്ല മാർക്കിനെ ബേസ് ചെയ്തിട്ട്, ആ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് മെയ് 26 നടക്കുന്ന JEE അഡ്വാൻസ് എക്സാമിനേഷന് എലിജിബിലിറ്റി ലഭിക്കുക. അപ്പോൾ JEE അഡ്വാൻസ് എക്സാമിനേഷനിലൂടെയാണ് ഇന്ത്യയിലുള്ള 26 IITകളിലും അതുപോലെ ഐസറുകളുടെ ക്യാമ്പസുകളിലേക്കും ഒക്കെ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, JEE അഡ്വാൻസ് എക്സാമിനേഷന് നമുക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ JEE അഡ്വാൻസ് എക്സാമിനേഷനിലൂടെ ഇതേപോലുള്ള IITകളിലും ഐസറുകളുടെ ക്യാമ്പസുകളിലും അതുപോലെ ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളിലേക്ക് ഒരു എൻട്രി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിലും ഈ JEE മെയിൻ എക്സാമിനേഷനിൽ ഏറ്റവും നല്ല മാർക്കോടുകൂടി എലിജിബിലിറ്റി നേടണം. അപ്പോൾ ഈ JEE മെയിൻ എക്സാമിനേഷൻ നമുക്ക് ഏപ്രിൽ 4 മുതൽ 15 വരെ നടക്കുന്ന ഈ എക്സാമിനേഷന് നമുക്കറിയാം 2 ഫേസിലായിട്ടാണ് എക്സാമിനേഷൻ 2024. അതിൽ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ ഓൾറെഡി കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് ഫേസ് എക്സാമിനേഷനാണ് നടക്കുന്നത്. ഈ 2 ഫേസ് എക്സാമിനേഷനും വിദ്യാർത്ഥികൾക്ക് എഴുതാം. ഈ 2 പരീക്ഷയിൽ നമുക്ക് കിട്ടുന്ന കൂടുതൽ പെർസെൻറ്റേജ് സ്കോറാണ് നമ്മുടെ റാങ്കിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് JEE മെയിൻ എക്സാമിനേഷൻ്റെ റാങ്ക് പബ്ലിഷ് ചെയ്യുന്നതും NITകളിലും IIITസിലും GAFTസിലും ഒക്കെ അഡ്മിഷൻ നടക്കുന്നത്. ഇതിൻ്റെ തന്നെ നമ്മുടെ റാങ്ക്, ഉയർന്ന റാങ്ക് 2 ലക്ഷത്തിനുള്ളിൽ വന്നാൽ JEE അഡ്വാൻസ് എക്സാമിനേഷനുള്ള എലിജിബിലിറ്റി നമുക്ക് നേടിയെടുക്കാം. ഇനി ഈ എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് നാം കണ്ടു, ഫെബ്രുവരി 2 മുതൽ മാർച്ച് 2 ഇൻ ബിറ്റ്വീൻ ആണ്. അപ്പോൾ ഇനി ആർക്കൊക്കെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നത്? ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഈ എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇനി ആദ്യം ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഫേസിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ ഈ സെക്കൻഡ് ഫേസിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി പുതിയതായിട്ടൊന്നും ചെയ്യണമെന്നില്ല. ഇനി ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ നമ്മൾ എഴുതി, പക്ഷേ സെക്കൻഡ് ഫേസ് എക്സാമിനേഷന് എനിക്ക് സെൻറ്റർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ, നമ്മൾ ഓൾറെഡി സെക്കൻഡ് ഫേസിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, ഫീസും അടച്ചതാണ് എങ്കിൽ സെക്കൻഡ് ഫേസ് എക്സാമിനേഷന് നമുക്ക് സെൻറ്റർ ചേഞ്ച് ലഭിക്കാൻ വേണ്ടിയിട്ട് മാത്രം കറക്ഷൻസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഫസ്റ്റ് ഫേസിനും സെക്കൻഡ് ഫേസിനും ഒന്നിച്ച് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ, ഇനി ഒരു ചേഞ്ചും വേണ്ടാന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഇനി ഫസ്റ്റ് ഫേസിന് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷേ എക്സാമിനേഷൻ എഴുതിയില്ല. സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ എനിക്ക് എഴുതുകയും വേണം. അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ നമ്മൾ എൻ്ററായി, നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റർ എന്തെങ്കിലും ചേഞ്ച് ആവശ്യമുണ്ടെങ്കിൽ നാം കറക്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ആ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഫസ്റ്റ് ഫേസ് എഴുതാതിരുന്ന വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ഫേസിന് പ്രത്യേകം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് എക്സാമിനേഷൻ ഫീസും അടച്ച് സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ എഴുതാനുള്ള എലിജിബിലിറ്റി നാം നേടിയെടുക്കുകയും ചെയ്യാം. നാം ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് JEE മെയിൻ എക്സാമിനേഷൻ്റെ സിലബസ് റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ റിഡ്യൂസ് ചെയ്ത ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും പോർഷൻസ് ഇനിയുള്ള സമയത്ത് നല്ല രീതിയിൽ പഠിച്ചു തീർത്ത് മോഡൽ എക്സാമിനേഷനും റിവിഷൻ ക്ലാസ്സുകളും ഒക്കെ അറ്റൻഡ് ചെയ്ത് നമുക്ക് JEE മെയിൻ എക്സാമിനേഷനും അതിനുശേഷം മെയിൽ നടക്കുന്ന JEE അഡ്വാൻസ് എക്സാമിനേഷനും ഒക്കെ വിജയിച്ച് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇനി എൻട്രൻസ് എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ അപ്ഡേഷൻസ് ഒക്കെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായി ലഭിക്കാൻ ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം.
ഇതിനോടൊപ്പം ഈ JEE മെയിൻ എക്സാമിനേഷനും JEE അഡ്വാൻസ് എക്സാമിനേഷനും കൂടാതെ എഞ്ചിനീയറിംഗ് സെക്ടറിൽ തന്നെ ധാരാളം എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഓൾറെഡി ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ഉണ്ട്, കുസാറ്റിന്റെ ക്യാമ്പസ്. ഇതിനോടൊപ്പം കേരളം മുഴുവനുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള കീം എക്സാമിനേഷൻ ഉണ്ട്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള IMU CET എക്സാമിനേഷൻ ഉണ്ട്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള NDA എക്സാമിനേഷൻ ഉണ്ട്. ഇങ്ങനെ എഞ്ചിനീയറിംഗ് മേഖലയിൽ തന്നെ ധാരാളം എൻട്രൻസ് പരീക്ഷകളാണ് ഒരു കുട്ടിയുടെ മുമ്പിലേക്ക്, ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിലേക്ക് വരിക. ഈ പരീക്ഷകൾ ഏതുമാവട്ടെ, ഇതിന് പഠിക്കാനുള്ളത് 3 സബ്ജക്റ്റുകൾ മാത്രമാണ്: ഫിസിക്സും കെമിസ്ട്രിയും മാത്സും. ഇത് 11th-ലെയും 12th-ലെയും പോർഷൻസ് തിയറി കോൺസെപ്റ്റുകൾ നന്നായി മനസ്സിലാക്കിയതിനു ശേഷം ഓരോ എക്സാമിനേഷനും എങ്ങനെയൊക്കെയാണ് ഓബ്ജക്റ്റീവ് പാറ്റേണിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി നാം പ്രാക്ടീസ് ചെയ്തും പഠിച്ചു തീർത്തും മോഡൽ എക്സാമിനേഷനെയും എഴുതിയുമാണ് ഒരു വിദ്യാർത്ഥി എക്സാമിനേഷന് വേണ്ടി ഒരുങ്ങേണ്ടത്. ഈ സമയത്തൊക്കെ, ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും ഇതിന് ശേഷം അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിൽ ഓൺലൈനായി അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തും ഇതിനൊക്കെ ഉപരിയായി ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുവാൻ, ഏറ്റവും നന്നായി പഠിച്ച് മിടുക്കരായി ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുവാൻ ആൽഫയിലെ ക്രാഷ് കോഴ്സിനുമൊക്കെ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാം. ആൽഫയുടെ ക്രാഷ് കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ അറ്റൻഷനോടെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ധാരാളം വിദ്യാർത്ഥികളൊന്നുമില്ല, കുറച്ച് വിദ്യാർത്ഥികളെ വിജയിക്കാൻ വേണ്ട രീതിയിൽ കൃത്യമായി പഠിപ്പിക്കുക. തിയറി കോൺസെപ്റ്റ് പഠിപ്പിച്ച്, ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതികൾ പഠിപ്പിച്ച്, അവരെ പേഴ്സണൽ അറ്റൻഷനോടുകൂടി അവരുടെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്ത് ഇതിൻ്റെ കോൺഫിഡൻസിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള യോഗ, മെഡിറ്റേഷൻ, ഫിറ്റ്നസ് ക്ലാസ്സുകളൊക്കെ കൊടുത്ത് ഹോസ്റ്റൽ സൗകര്യം, ഹോംലി അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ സൗകര്യത്തോടൊപ്പം പഠിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു സിസ്റ്റമാണ് ആൽഫയുടെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലുള്ള കോഴ്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയറുകളെ കുറിച്ചോ ഏതുമാവട്ടെ, ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവിൻ്റെ മനസ്സിലുണ്ടാവുന്ന ഏത് സംശയങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ഗൈഡ് ചെയ്യാൻ, വിജയം വരെ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ബെസ്റ്റ് വിഷസ്.